ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലെ വാർഡ് വിഭജനവും തൃശങ്കുവിൽ. മട്ടന്നൂർ അടക്കം 8 നഗരസഭകളിലെ വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് UDF ഒരുങ്ങുന്നത്. 2011 സെൻസസ് പ്രകാരം 2015 നടന്ന വാർഡ് വിഭജനം ചൂണ്ടിക്കാട്ടിയാണ് വിജ്ഞാപനം കോടതി റദ്ദാക്കിയത്. ഇത് കണ്ണൂർ കോർപ്പറേഷനിലും ബാധകമാകുമെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കണ്ണൂർ വിഷനോട് പറഞ്ഞു. മട്ടന്നൂർ, പാനൂർ, ശ്രീകണ്ഠപുരം ഉൾപ്പെടെ സംസ്ഥാനത്തെ 8 നഗരസഭകളിലെയും പടന്ന പഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ പ്രതിഫലനം കണ്ണൂർ കോർപ്പറേഷനിലും ഉറപ്പാണ്. 2011 സെൻസസ് പ്രകാരം 2015 വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ വീണ്ടും അതേ സെൻസസ് വെച്ച് വാർഡ് വിഭജനം വേണ്ടെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കണ്ണൂർ കോർപ്പറേഷനിലും 2011 സെൻസസ് പ്രകാരം 2015 വാർഡ് വിഭജനം നടന്നത്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധി കണ്ണൂർ കോർപ്പറേഷനിലും ബാധകമാകേണ്ടതാണെന്ന് മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. കോടതി ഉത്തരവിന് ആധാരമായി ചർച്ച ചെയ്യപ്പെട്ട വസ്തുതകൾ അതെല്ലാം കണ്ണൂർ കോർപ്പറേഷനും ബാധകമാണ്. കാരണം കണ്ണൂർ കോർപ്പറേഷനിലും 2015 വാർഡ് വിഭജനം 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. 2011 നടത്തിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് 2015 കോർപ്പറേഷനിലും വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തതും അത് സംബന്ധിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ഉത്തരവും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 മുനിസിപ്പാലിറ്റിയിലെയും 9 പഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം റദ്ദ് ചെയ്തുകൊണ്ട് പഴയ സ്ഥിതി തുടരണം എന്ന് പറയാൻ കാരണം. അതേ രൂപത്തിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലും 2011 പോപ്പുലേഷനും 2011 പോപ്പുലേഷൻ സെൻസസും അതിനനുസരിച്ച് 2015 വാർഡ് വിഭജനം നടത്തി എന്നതുകൊണ്ട് അതിവിടെയും ബാധകമാണ്. ഈ വിധി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് UDF ഒരുങ്ങുന്നത്. നിയമവിദഗ്ധരുമായി ഇക്കാര്യം UDF ചർച്ച ചെയ്യുമെന്നും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പറഞ്ഞു. ഹൈക്കോടതി പുറപ്പെടുവിച്ചുള്ള ഉത്തരവിനകത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേയും കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഇത് UDF നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന സംബന്ധിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യും. വാർഡ് വിഭജനം സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും. നിയമപരമായ നിയമവിദഗ്ധരുമായും ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടൊക്കെ തന്നെ ഈ വിഷയം കൂലങ്കഷമായ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ട് അതിനനുസരിച്ച തീരുമാനം കൈക്കൊള്ളും എന്നതാണ് ഇക്കാര്യത്തിൽ അറിയിക്കാനുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് 10 മാസമാണ് അവശേഷിക്കുന്നത്. വാർഡ് പുനർവിഭജനം വേഗത്തിൽ പൂർത്തിയായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. 2011 സെൻസസ് മാത്രമല്ല വാർഡ് വിഭജനത്തിന്റെ മാനദണ്ഡമെന്നാണ് സർക്കാർ വാദം. വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് ഭരണപരമായ കാര്യമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ 55 വാർഡുകളാണുള്ളത്. ഇത് 56 കരടിൽ നിർദ്ദേശം. വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനു കൂടി വേണ്ടിയാണെന്നാണ് സർക്കാർ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ലെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിലും നിലവിലെ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.